ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം. അതെ, നമ്മളിപ്പോൾ ഉള്ളത് സമാധാനത്തിന് തെല്ലും കുറവില്ലാത്ത കുട്ടിക്കാനത്തെ നല്ലതണ്ണി ആശ്രമത്തിന് മുന്നിലാണ്. മാമലക്കുന്നിലെ താപസൻ അഭിമന്യ ജേക്കബ് മുരിക്കൻ പിതാവിന്റെ ക്രിസ്തുമസ് വിശേഷങ്ങളുമായി. സകല ചരാചരങ്ങളുടെയും സൃഷ്ടാവായ ദൈവം ആദിമാതാപിതാക്കൾക്കായി സകല സൗഭാഗ്യങ്ങളും അടങ്ങിയ പറുദീസ ഒരുക്കിയപ്പോൾ അജപാലകനായിരുന്ന അഭിമന്യ ജേക്കബ് മുരിക്കൻ പിതാവിനും ദൈവിക പദ്ധതിയാൽ ഒരുക്കപ്പെട്ടു ഒരു കൊച്ചു പറുദീസ. എല്ലാറ്റിനും നിമിത്തമായത് ദൈവഹിതം പോലെ സംഭവിച്ച ആശ്രമ ജീവിതത്തിലേക്കുള്ള വഴിത്തിരിവായിരുന്നു. ഇവിടെ ഏകാന്തവാസത്തിന്റെ വിരസതയൊന്നും മാമലക്കുന്നിലെ താപസമെത്രാനെ അലട്ടുന്നില്ല. സഭയ്ക്കും സമൂഹത്തിനുമായി നിത്യവും പ്രാർത്ഥനയിൽ മുഴുകുമ്പോഴും ദൈവം കനിഞ്ഞനുഗ്രഹിച്ച ഈ ആശ്രമ പറുദീസയിൽ പ്രകൃതിയോടിണങ്ങി വസിക്കുന്നതിൽ സന്തുഷ്ടനാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏകാന്തത, നിശബ്ദത ഇതെല്ലാം വലിയ പ്രാധാന്യമുണ്ട്. ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോ ജനക്കൂട്ടത്തെ വിട്ട്, ശിഷ്യന്മാരെ വിട്ട് ചില അവസരങ്ങളിലൊക്കെ മലമുകളിലേക്ക് പോയി. വിജനതയിൽ അവൻ പ്രാർത്ഥിച്ചു. പിതാവുമായിട്ട് ഒന്നായിരിക്കുവാൻ വേണ്ടി ഏകാന്തതയിലും നിശബ്ദതയിലേക്കും ദൈവം പോയി. ഈശോ അങ്ങനെ പ്രാർത്ഥിച്ചു. അതുപോലെയാണ് താപസ ജീവിതം നയിക്കുന്നവരൊക്കെ മരുഭൂമിയിലേക്കും മലമുകളിലേക്കും വനങ്ങളിലേക്കുമൊക്കെ പോയത് ഈ പ്രകൃതിയിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ഒരു വലിയ കരസ്പർശനമാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത്. പ്രകൃതിയിലൂടെ ദൈവത്തെ കണ്ട് അറിഞ്ഞ് ബോധ്യപ്പെടാൻ സാധിക്കും. ദൈവം ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷിയാണ് പ്രകൃതി. ഈ പ്രകൃതിയിലെ ക്രമീകരണങ്ങൾ തന്നെ ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ മരങ്ങൾ നോക്കുക, ഇവയാണ് നമുക്ക് ഓക്സിജൻ തരുന്നത്. ഇവയില്ലെങ്കിൽ നമുക്ക് ജീവിതമില്ല. നമ്മൾ നിശ്വസിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നത് ഈ മരങ്ങളാണ്, സസ്യജാലങ്ങളാണ്. അപ്പോൾ ഓരോ ജീവിക്കും, ഓരോ സസ്യത്തിനും, ഓരോ മരത്തിനുമൊക്കെ ഈ പ്രപഞ്ച ഘടനയിലെ പ്രകൃതിയിൽ ദൈവം പ്രത്യേകമായ ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ക്രമീകരണത്തോട് ചേർന്ന് പോവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് പ്രകൃതി സംരക്ഷണം എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ കാരണം അതാണ്. എല്ലാ ജീവജാലങ്ങളും സംരക്ഷിക്കപ്പെടണം. ദൈവം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സന്തുലിതാവസ്ഥ പാലിക്കപ്പെടണം. അതിലൂടെയൊക്കെ നമുക്ക് ദൈവത്തെ അറിയാനും ദൈവവുമായിട്ട് താതാത്മ്യപ്പെടാനും എല്ലാം സാധിക്കും. അപ്പോൾ ക്രിസ്മസ് നൽകുന്ന സന്ദേശമാണ് ഈശോ പുൽക്കൂട്ടിൽ പിറന്നു എന്ന് പറയുമ്പം ഈ പ്രകൃതിയിലെ എല്ലാ അവസ്ഥകളെയും ബഹുമാനിച്ചുകൊണ്ടാണ് അവിടുന്ന് ജനിക്കുന്നത് തന്നെ. ആടും പശുക്കളും അതുപോലെ ചെറിയ ഒരു പുൽക്കൂടും, അപ്പം അതൊക്കെ ഒരു പ്രകൃതി ദത്തമായ ഒരു ജീവിത ശൈലിയെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുക മനുഷ്യൻ. കാരണം മനുഷ്യൻ്റെ ജീവിതം മനുഷ്യനുമായിട്ട് മാത്രം ബന്ധപ്പെട്ടതല്ല, സർവ്വസൃഷ്ടിജാലങ്ങളോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പം എല്ലാമായിട്ടൊരു നല്ല സന്തുലിതാവസ്ഥ പാലിച്ച് പോവുക. ദൈവം അനാദിയിലെ പ്രകൃതിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ സന്തുലിതാവസ്ഥ പാലിക്കുക എന്നുള്ളത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ രക്ഷ അനുഭവം ഉണ്ടാകുന്നത്. നമ്മുടെ രക്ഷ നമ്മളിൽ മാത്രമല്ല, ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഈ ക്രമീകരണങ്ങളുടെ എല്ലാം സംരക്ഷണവും അതിനകത്ത് വരുന്നുണ്ട്. അപ്പം അങ്ങനെ പ്രകൃതിയോടൊത്ത് അല്ലെങ്കിൽ പ്രകൃതിയിൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം. വിശുദ്ധനായ അഫ്രേം പറയുന്നത് അങ്ങനെയാണല്ലോ, ദൈവത്തിൻ്റെ രണ്ട് സാക്ഷികളാണ് വിശുദ്ധ ഗ്രന്ഥവും ഈ പ്രകൃതിയും. ദൈവജനത്തെ നയിക്കാൻ പ്രാപ്തമായ സ്ഥാനലബ്ധി ഉപേക്ഷിച്ച് സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി സന്യാസത്തെ പുൽകിയ മെത്രാനാണ് അഭിമന്യ ജേക്കബ് മുരിക്കൻ പിതാവ്. ഇടയ ദൗത്യത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചപ്പോഴും അഭിമന്യ ജേക്കബ് മുരിക്കൻ പിതാവിന്റെ മനസ്സ് ഇതാണെന്ന് ഒരു പക്ഷേ ശക്തനായ ദൈവം അറിഞ്ഞുകാണും. ഒടുവിൽ പരിശുദ്ധ സിംഹാസനവും സിനഡ് പിതാക്കന്മാരും ആശ്രമ ജീവിതത്തിനായുള്ള തന്റെ അഭ്യർത്ഥന സ്വീകരിച്ചപ്പോൾ മുരിക്കൻ പിതാവിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല.
തീരുമാനത്തിന്റെ പൂർത്തീകരണമെന്നോണം കുട്ടിക്കാനത്തിന് സമീപമുള്ള നല്ലതണ്ണിയിൽ സ്ഥിതി ചെയ്യുന്ന മാർത്തോമാ സ്ലീവ ദയറയിൽ എത്തിച്ചേർന്നു. ഇവിടെ 5 സെന്റ് സ്ഥലത്ത് ചെറിയൊരു കൂടാരം പോലെയുള്ള ഒറ്റമുറി വീടാണ് താപസ പിതാവിന്റെ ഏകാന്ത ധ്യാനയിടം. വീടിനു പകുത്ത് ചെറിയൊരു കിടപ്പുമുറിയും അടുക്കളയും പ്രാർത്ഥനാമുറിയും. കാവി കുപ്പായമാണ് മുഖ്യവേഷം. ഒപ്പം ചിട്ടയായ ദിനചര്യയിൽ ഉൾപ്പെടുന്നതാണ് പൂച്ചെടികളുടെയും പച്ചക്കറി തൈകളുടെയും പരിപാലനം. അഭിവന്യ ജേക്കബ് മുരിക്കൻ പിതാവിന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, ദൈവം നമ്മോട് സംസാരിക്കുന്ന ഭാഷയാണ് നിശബ്ദത. ഈ നിശബ്ദതയിലൂടെ രാപ്പകൽ വ്യത്യാസമില്ലാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന താപസയോഗിക്ക് മഞ്ഞും മഴയും കാറ്റുമെല്ലാം കൂട്ടിനുണ്ട്. ദിവസവും പുലർച്ചെ 3 എഴുന്നേൽക്കുന്ന മുരിക്കൻ പിതാവ് 16 മണിക്കൂറും പ്രാർത്ഥനയിലാണ്. വിശേഷ ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും മുരിക്കൻ പിതാവ് മുഖ്യ കാർമ്മികനായി ദയറയിലെ മറ്റു വൈദികരുമൊത്ത് ആഘോഷമായ ദിവ്യബലി അർപ്പിക്കും. ഞാൻ സ്വയം മഹത്വപ്പെടുന്നെങ്കിൽ എന്റെ മഹത്വമൊന്നുമല്ല, ഞങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എന്റെ പിതാവാൻ എന്നെ മഹത്വപ്പെടുത്തുന്നത്. നിങ്ങൾ അവനെ അറിഞ്ഞിട്ടില്ല, ഞാൻ അവനെ അറിയുന്നു. അവനെ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ പോലെ നുണയനാകും. എന്നാൽ ഞാൻ അവനെ അറിയുന്നു, അവന്റെ വചനം പാലിക്കുകയും ചെയ്യുന്നു. ലോകത്തിന് ശാന്തിയും സമാധാനവുമേകുവാൻ ദൈവപുത്രൻ സകല പ്രതാപവും പരിത്യജിച്ച് മനുഷ്യനായി കാലിത്തൊഴുത്തിൽ പിറന്നപ്പോൾ മാനവർക്ക് പ്രത്യാശയും അളവറ്റ സ്നേഹവും കരുണയും ലഭിക്കുവാനുള്ള കൃപയുണ്ടായി. അഭിവന്യ മുരിക്കൻ പിതാവ് അരമനയിൽ നിന്നും സർവ്വതും പരിത്യജിച്ച് ആശ്രമ ജീവിതത്തിലേക്ക് സ്വയം ശൂന്യനായി എത്തിയപ്പോൾ ഇതേ സമാനതകളാണ് ഓരോ വിശ്വാസികൾക്കും ആദ്യം ഉള്ളിലുദിച്ചത്. ആ വലിയ തുടക്കത്തിനിപ്പോൾ പ്രായം 1 വർഷവും 4 മാസവുമാണ്. വാത്സല്യവും നിഷ്കളങ്ക സ്നേഹവും കരുതലുമെല്ലാം അതിരുകളില്ലാതെയാണ് പിതാവ് സമ്മാനിക്കുന്നത്. സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അതിന് പുതിയ അർത്ഥതലങ്ങളുടെ കരുത്തും കൈവന്നു. വെള്ളിയിലേക്ക് വരാനുള്ള സാഹചര്യം പ്രാർത്ഥനയിലാണ് എനിക്കിങ്ങനെ ഒരു നിവേശനം കിട്ടുന്നത്. പ്രാർത്ഥനയിലും ധ്യാനത്തിലായിരിക്കുമ്പം ദൈവം എങ്ങനെ ഒരു ഏകാന്തത അവസ്ഥ ജീവിതത്തിലേക്ക് വിളിക്കുന്നതായിട്ടുള്ളൊരു ഫീലിംഗ് നമുക്ക് അനുഭവപ്പെടുകയാണ്. അത് ശക്തമായിട്ട് വന്നു. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥനകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു ജീവിതശൈലിയിലേക്ക് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. എൻ്റെ ആഗ്രഹത്തിന് നേരെ വിരുദ്ധമായ ഒന്നാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് അരമനയിലിരിക്കുന്ന ഒന്നാണ്, പാലായിലിരിക്കുന്ന ഒന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിന് നേരെ വിരുദ്ധമായൊരു കാര്യം ദൈവം ആവശ്യപ്പെടുക. അപ്പം എനിക്ക് മനസ്സിലായത് ദൈവത്തിന് എന്തോ പദ്ധതിയുണ്ട് എന്നെക്കൊണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് ലോകത്തിന് കൊടുക്കാനായിരിക്കും. എന്താണെന്നുള്ളതിനെപ്പറ്റി പറയാൻ നമ്മൾ ആളല്ല. മറ്റൊരു ദൈവത്തിൻ്റെ ഒരു പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. അത് എന്തോ ആയിട്ട് ദൈവം പറഞ്ഞനുസരിച്ച് നീങ്ങി എന്നുള്ളതാണ്. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു. അബ്രാഹം വളരെ സന്തോഷമായിട്ട് നല്ല കൃഷിയിടമൊക്കെ റെഡിയാക്കി, വീടുമൊക്കെ ഭംഗിയാക്കി, നല്ല സാഹചര്യത്തിൽ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ദൈവം പറഞ്ഞു, വീടും നാടും ഒക്കെ വിട്ട് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോവുക. അപ്പം അതൊരു പുതിയ ഒരു തുടക്കമായിരുന്നു. അവിടെ ആയിരുന്നല്ലോ അബ്രാഹത്തിൻ്റെ വിളി. അപ്പം അബ്രാഹത്തിന് അറിഞ്ഞു എന്തുകൊണ്ട്, പക്ഷെ ദൈവമാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അബ്രാഹം പുറപ്പെട്ടു. പിന്നെ ഇടം പല നോക്കുന്നില്ല. പുതിയ സ്ഥലത്തിലെ സ്ഥിതിഗതികൾ എന്തായിരിക്കും സംബന്ധിച്ച് ഒരു മുൻകൂട്ടി ഒരു ചിന്തയില്ല. ദൈവം കാണിച്ചു തരുന്നത് നല്ലതാണ്. ഒരു ഉറച്ച ബോധ്യവും വിശ്വാസം. അപ്പം ആ ഒരു വിശ്വാസത്തിൽ ഞാനും ദൈവം കാണിച്ചു തരുന്നു പോന്നു. ഇവിടെ വരുമ്പോഴും പ്രത്യേകിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. ദൈവം പറയുന്ന പോലെ ചെയ്യുക, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേകമായ കാനായിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. പരിശുദ്ധ അമ്മ എപ്പോഴും ഡയറക്റ്റ് ചെയ്യുന്ന അങ്ങനെയാണ്. അവൻ പറയുന്ന പോലെ ചെയ്യുക. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് 2:5 വചനമാണ്. അവൻ പറയുന്ന പോലെ ചെയ്യുക. അപ്പം ആ ഒരു തലമാണ് ഇന്ന് എനിക്കും. അതനുസരിച്ച് ഞാൻ ഇങ്ങനെ നീങ്ങി. അതാണ് ഒരു വിളിയായിട്ട് ദൈവം എനിക്ക് തന്നൊരു വിളിയാണ്. ആ വിളി സന്തോഷത്തോടെ സ്വീകരിച്ച് സന്തോഷമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്
എനിക്ക് എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടാനുസരിച്ച് നീങ്ങിക്കൊണ്ടിരുന്നതുകൊണ്ട് സന്തോഷം ആയിരുന്നു പൗരോഹിത്യ ജീവിതത്തിലും പത്രാ ശുശ്രൂഷയിലും എല്ലാം. അപ്പോൾ ആ സന്തോഷം ഇവിടെയും തുടരുന്നു. ദൈവത്തിന് ഓരോ വ്യക്തികളെ കൊണ്ട് ഉള്ള പദ്ധതി കൊണ്ടാണെന്ന് സംബന്ധിച്ച് പതുക്കെ പതുക്കെ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. പ്രിയ പിതാവിന്റെ സ്ഥാനത്യാഗ വാർത്ത വിശ്വാസികളുടെ കണ്ണുകളെ ഈറനണിയിച്ചപ്പോൾ പിതാവ് പറയാതെ പറഞ്ഞ വാക്കുകളാണ് ഏകാന്തവാസത്തിലൂടെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് ആദിമ ക്രൈസ്തവ സഭാദർശനങ്ങളിലേക്കുള്ള മടക്കത്തെക്കുറിച്ചാണെന്ന്. ദൈവേഷ്ടം അക്ഷരം പ്രതി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഏകാന്തവാസത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പ്രിയ ഇടയനെ മറന്നുള്ള ജീവിതം ആട്ടിൻപറ്റങ്ങൾക്കും അസാധ്യമായി തീർന്നു. അതിനാൽ തന്നെ പലവിധ പ്രാർത്ഥനാ നിയോഗങ്ങളുമായി താപസവര്യനെ ദൈനംദിനം സമീപിക്കുന്നവരുടെ എണ്ണവും ചെറുതല്ല. തന്നെ തേടിയെത്തിയവർക്കൊപ്പം പ്രാർത്ഥിച്ച ശേഷം സ്വയം പാകപ്പെടുത്തിയ ആത്മീയ പോഷണത്തിന്റെ രസക്കൂട്ടുകൾ യഥേഷ്ടം വിളമ്പും. സന്ദർശകരെത്തുമ്പോൾ താനില്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടേ മടങ്ങാവൂ എന്ന് വെളിയിൽ എഴുതിവെക്കുന്ന ചെറിയ കുറിപ്പും ഏറെ ഹൃദയസ്പർശിയാണ്. ഇവിടെ വന്ന ശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചു. അത് പല ഉദാഹരണങ്ങളിലൂടെ 25 വർഷമായിട്ട് കുമ്പസാരിക്കാത്തവരോട് വന്ന് സംസാരിക്കും. ഒത്തിരി കാലം സഭയുമായിട്ടും പള്ളിയിൽ നിന്ന് അകന്നു നിന്നവർ ഇവിടെ വന്ന് അവരുടെ ജീവിത കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുമ്പസാരിക്കുകയും ദൈവമായിട്ട് ഐക്യപ്പെടാനായിട്ടൊരു അവസരം ഒരുക്കിയിരിക്കും. അപ്പം അങ്ങനെയുള്ള പല സംഭവം ഉണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ആരും നഷ്ടപ്പെട്ടു പോകരുത്. നഷ്ടപ്പെട്ടു പോയവരെവിടെയെങ്കിലും കൊണ്ട് അവരെ തിരഞ്ഞെടുത്ത് വീണ്ടും മാലയിലേക്ക് കൊണ്ടുവരാൻ ആരെയെങ്കിലുമൊക്കെ ദൈവം നിയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നിയോഗമായിരിക്കും ഒരു പക്ഷേ അല്ലെങ്കിൽ കിട്ടി. പിന്നെ അകന്നു കഴിയുന്ന മനുഷ്യരെയൊക്കെ അടുത്തുകൊണ്ടിരുന്നു. പിന്നെ ഒത്തിരി രോഗികളായിരിക്കുന്നവർ, പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അവർക്കെല്ലാം ഇപ്പം രോഗം ഉള്ളവർക്ക് രോഗശാന്തി കിട്ടണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ രോഗശാന്തി ചിലർക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വരികയില്ല. പക്ഷെ ഒരു ആശ്വാസവും ഒരു സാന്ത്വനവും പ്രത്യാശയൊക്കെ ലഭിക്കുന്നത് ദൈവത്തിലുള്ള ഒരു വിശ്വാസത്തിലാണ്. അപ്പം അതിനൊക്കെ അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്താ വരുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു നിയോഗമായിട്ട് ഞാൻ എടുക്കുന്നത്. അതിലൂടെയെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഞാൻ പതുക്കെ പതുക്കെ വായിച്ച് മനസ്സിലാക്കുന്നു. ദൈവത്തിന് എന്താണ് ഓരോ വ്യക്തികളെ കൊണ്ട് ആവശ്യമായിരിക്കുന്നത്, ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളെ കൂടി ദൈവം ഒന്നിച്ച് ചേർക്കുകയാണ്. അവിടെ ദൈവത്തിൻ്റെ ലക്ഷ്യം വ്യക്തമാണ്. ഈശോ പഠിപ്പിച്ച പോലെ ഒരാട് പോലും നഷ്ടപ്പെടാതെ എല്ലാവരും ആലയെത്തണം, ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പം അതിന് വേണ്ടി ഉള്ള ഒരു ആഗ്രഹം ആണല്ലോ ശുദ്ധാത്മാക്കളുടെ എല്ലാം ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള തീഷ്ണത. ഒരു ആത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകണം. അപ്പം എല്ലാവരും ദൈവത്തിലേക്ക് വരണം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ സ്ഥിതിവിശേഷത്തിലൊക്കെ അങ്ങനെ അകന്ന് പോയവർ തിരിച്ചവരെ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ദൈവം സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. അത് പ്രധാനപ്പെട്ട ഒരു ചുമതലയുമാണ്. ആ ഒരു കാര്യം കൂടുതലായിട്ട് ഓർക്കാനും ചിന്തിക്കാനൊക്കെ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവസരമുണ്ടായി. സീറോ മലബാർ സഭയടക്കം ആഗോള കത്തോലിക്ക സഭ നേരിടുന്ന പലവിധ വെല്ലുവിളികളിൽ വിങ്ങുന്ന ഒരു മനസ്സുണ്ട് ഈ മാമലക്കുന്നിലെ താപസ മെത്രാന്. ഉള്ളുകൊണ്ട് നീറുമ്പോഴും എല്ലാറ്റിനുമുള്ള ശമനം ദൈവത്തിന്റെ കരുണയ്ക്കായുള്ള പ്രാർത്ഥനയാണെന്ന് ആഴത്തിൽ ഏറ്റുപറയുകയാണ്. കലഹം മറന്ന് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും രമ്യപ്പെടാൻ ആ എളിയ സുന്ദര ജീവിതം നമ്മെ പല ആവർത്തി ഓർമ്മപ്പെടുത്തും. നമ്മുടെ കർത്താവിൻ്റെ സഭ ലോകത്തെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ സ്വരമായിട്ടും ദൈവത്തെ അല്ലെങ്കിൽ ഈശോയെ ലോകത്തിന് കാണാൻ സാധിക്കും വിധം ഈശോ പഠിപ്പിച്ച മൂല്യങ്ങൾ ആവിഷ്കരിക്കുന്ന സമൂഹമായിട്ടുമാണ് സഭ ലോകത്തിൽ നിലകൊള്ളുന്നത്. അങ്ങനെ നിലകൊള്ളുമ്പോഴാണ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനും ദൈവരാജ്യത്തിന് തക്ക വിധത്തിൽ ഈ ലോകത്തെ ദൈവത്തിലേക്ക് രൂപാന്തരപ്പെടുത്താനും ഒക്കെ സഭയ്ക്ക് സാധിക്കുന്നു. സഭയുടെ ലക്ഷ്യം അതാണ്.
ദൈവം എല്ലാ ജനപദങ്ങളെയും ഒരുമിച്ച് കൂട്ടി മിശിഹായുടെ പ്രത്യാഗമനത്തിൽ ഒരു ഇടയനും ഒരാട്ടിൻകൂട്ടും. ആ ഒരു തീർത്ഥാടനത്തിലേക്കാണ് ലോകം മുഴുവൻ നീങ്ങുന്നത്. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ദൈവാരാധനയിലൂടെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിലൂടെ, ഈശോ പഠിപ്പിച്ച മൂല്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നതിലൂടെ, ലോകവുമായിട്ട് ഒത്തുതീർപ്പോ അനുരഞ്ജനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ താതാത്മ്യപ്പെടുകയോ ചെയ്യാതെ ദൈവത്തിൻ്റെ വഴിയിലൂടെ മാത്രം നീങ്ങുന്ന സഭയ്ക്ക് മാത്രമേ ഇപ്രകാരം എല്ലാവരെയും ഒന്നിച്ചു കൂട്ടാനായിട്ട് സാധിക്കും. ഈശോ ആണ് രക്ഷകൻ എന്ന് പറയാനുള്ള കാരണം ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. ദൈവത്തെ വെളിപ്പെടുത്തിയത് ഈശോ മിശിഹായാണ്. ആ വെളിപ്പെടുത്തൽ എങ്ങനെയാണ്? ദൈവം സ്നേഹമാണ്. ആ സ്നേഹത്തിൽ എല്ലാവരും ഒന്നു ചേരും. ഇവിടെ ഒരു വ്യത്യാസവുമില്ല. എല്ലാ മനുഷ്യനും ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ ആ എല്ലാവരും ഒന്നിച്ച് കൂട്ടപ്പെടുക. അപ്പം അതിലേക്ക് നയിക്കാൻ സ്നേഹത്തിൻ്റെ തലത്തിലാണ് സഭ മുന്നോട്ട് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഭയിൽ വൈരമോ ഭിന്നതയോ മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങളോ ഒന്നും സഭയിലില്ല, സഭാവിശ്വാസികളില്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് പോലും നല്ല മാതൃകയിലൂടെയും ഒക്കെ ദൈവത്തിൻ്റെ മുഖം കാണാൻ ഇടയാകണം. ചരിത്രത്തിൽ സഭ ഏറെ പീഡിപ്പിക്കപ്പെട്ട അവസരങ്ങളുണ്ട്. റോമാ ചക്രവർത്തിമാരിൽ നിന്നൊക്കെ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പേർഷ്യയിൽ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പീഡനങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം പീഡിപ്പിച്ചവരോട് യാതൊരു തരത്തിലുള്ള എതിർപ്പോ വൈരമോ ഒന്നും സൂക്ഷിക്കുന്നില്ല. മറിച്ച് ദൈവത്തെ പ്രതി പ്രകാരം സഹിക്കാൻ സാധിക്കുന്നതിനോർത്ത് സന്തോഷിച്ച് മരിക്കുന്ന രക്തസാക്ഷികളുടെ സഭയാണ്. അപ്പം അവര് ക്രൂശിതനായ ഈശോയാണ് ലോകത്തിന് മുമ്പിൽ ആവിഷ്കരിക്കുന്നത്. അപ്പം അങ്ങനെ ക്രൂശിതനായ ഈശോ ആ രക്ഷണീയമായിട്ടുള്ള മഹത്വം പ്രാപിക്കാൻ ഇടയായത് തന്നെ ശൂന്യമാക്കിയത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു തലം ലോകത്തിൽ സഭയ്ക്കല്ലാതെ മറ്റാർക്കും പ്രകാശിപ്പിക്കാനായിട്ട് സാധിക്കുക. എല്ലാവരും നേട്ടങ്ങൾ ഉണ്ടാക്കണം, പിടിച്ചെടുക്കണം. ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പങ്കുവെക്കാനും വിട്ടുകൊടുക്കാനും അതെല്ലാം എന്തിനു വേണ്ടിയാണ്? ദൈവരാജ്യ നിർമ്മിതിക്കുകയും തോൽക്കാനും ഒക്കെ തയ്യാറുള്ള ഒന്നായിട്ട് കത്തോലിക്കാ സഭ നിൽക്കുകയാണ്. മിശിഹായുടെ സഭയായതുകൊണ്ട് ക്രൂശിതനായവൻ സ്വയം പരാജയപ്പെട്ടവനായിട്ട് നിന്നപ്പോഴാണ് വിജയം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ തലങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ആണ് യഥാർത്ഥത്തെ സഭയ്ക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സന്മനസ്സുള്ള ദൈവദാസന്റെ മഹനീയ സ്ഥാനമാണ് പാലാരൂപതയിലെ വിശ്വാസി സമൂഹം മുരിക്കൻ പിതാവിന് കൽപ്പിച്ചു നൽകിയിരിക്കുന്നത്. എന്നാൽ തന്റെ ഒരു വൃക്ക 2016 ഇതര മതസ്ഥന് ദാനം ചെയ്തതോടെ ആ സന്മനസ്സിന്റെ വലുപ്പം രൂപതയിൽ മാത്രമായി ഒതുങ്ങിയില്ല. ഇതിലൂടെ ക്രിസ്തുവിന്റെ കാരുണ്യഭാവം ഉയർത്തിപ്പിടിച്ച് സകലർക്കും മാതൃക കാട്ടി. 40-ലേറെ പ്രാവശ്യം രക്തദാനം പോലുള്ള സൽകൃത്യങ്ങൾ നിർവഹിച്ചതാകട്ടെ വാക്കുകൾക്ക് അതീതവും. 2016 പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള കാരുണ്യവർഷം ആചരണമായിരുന്നു. അപ്പോൾ കാരുണ്യവർഷത്തിൽ പിതാവ് സഭാമക്കളോടെല്ലാം പറഞ്ഞ കാര്യമാണ് കാരുണ്യം. ദൈവത്തിൻ്റെ കരുണ ലോകത്തിന് ദൃശ്യമാകണം, മനുഷ്യന് അതിൻ്റെ അനുഭവമാണ്. അപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ഈ കരുണയുടെ അപ്പസ്തോലന്മാരായിട്ട് മാറണം എന്നാണ് പരിശുദ്ധ പിതാവ് കാരുണ്യവർഷം പ്രഖ്യാപിച്ച അവസരത്തിൽ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് പാലായിലെ ബൈബിൾ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഡേവിസ് ചിറമേലച്ചൻ്റെ ഒരു ബൈബിൾ പ്രഭാഷണം കൺവെൻഷനിൽ വെച്ച് ഞാൻ കേൾക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഒരു കിഡ്നി ഒരു വ്യക്തിക്ക് ദാനം ചെയ്ത വ്യക്തിയാണ്, എനിക്കിപ്പോൾ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, നിങ്ങളും
ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ സഹോദരങ്ങൾക്ക് സഹായമായി തീരണം. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകാൻ സാധിക്കണം എന്നൊക്കെ അദ്ദേഹം പറയുകയും അദ്ദേഹം വെല്ലുവിളിക്കുകയോ ചെയ്യും. നിങ്ങൾ ആർക്കാണ് അതിന് പറ്റുന്നത്? എനിക്കത് കേട്ടപ്പോൾ അത് വളരെ ഇതായിട്ട് തോന്നി. ഞാൻ അവിടെ വെച്ച് തന്നെ ഇത് നല്ല കാര്യമാണല്ലോ, എനിക്ക് ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു അറിവ് കിട്ടുന്നത്. അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തോട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ഈ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ ഈ കിഡ്നി ദാനം ചെയ്യാൻ തയ്യാറാണ്. അദ്ദേഹം അത് ആദ്യം തമാശയായിട്ട് എടുത്തു. പിന്നീട് ഞാൻ അദ്ദേഹത്തെ 6 മാസം കഴിഞ്ഞും വീണ്ടും വിളിച്ച് ഓർമ്മിപ്പിച്ചു, അച്ഛാ ഞാൻ പറഞ്ഞിരുന്ന കാര്യം ദൈവം നിശ്ചയമെങ്കിൽ നടക്കും, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ ആർക്കാണ് ഇത് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അച്ഛൻ്റെ ലിസ്റ്റുണ്ട്. ഒരു കിഡ്നി ഫെഡറേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന് 600-700 പേരുടെ നീണ്ട ഒരു ലിസ്റ്റുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അച്ഛൻ അല്പം ത്യാഗം ചെയ്ത് ഈ ലിസ്റ്റിൽ നിന്ന് ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള ഒരാളെ കണ്ടെത്തുക, ആ വ്യക്തിക്ക് ഞാൻ കൊടുക്കാം. അദ്ദേഹം മതമോ ജാതിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പരിഗണിക്കേണ്ട, ഏറ്റവും അത്യാവശ്യക്കാരനെന്ന് അല്ലെങ്കിൽ അനിവാര്യമായ അവസ്ഥയിലായിരിക്കുന്നു എന്ന് അച്ഛൻ കണ്ട് പഠിച്ച് മനസ്സിലാക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് ആ വ്യക്തി കൊടുത്താൽ അത് അച്ഛൻ കൊണ്ടുവന്നു. ആ വ്യക്തിക്ക് ഞാൻ പിന്നെ നോക്കിയില്ല, അദ്ദേഹത്തിന് ഇത് ദാനം ചെയ്തു. ഇത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ് നമ്മുടെ ശരീരവും നമ്മുടെ അവയവങ്ങളും. ഒരു അവയവം കൂടുതലായിട്ട് നൽകിയിരിക്കുകയാണ്. മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ വലിയ കരുതലാണ് അവിടെ കാണുന്നത്. ഒരു കിഡ്നി ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിൽ ദൈവം എത്രമാത്രം കരുതലാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം അത്രയും കരുതലാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ദൈവം കരുതി നൽകിയിരിക്കുന്നു. അപ്പോൾ രണ്ടുമില്ലാത്ത മരണവക്രത്തിലായിരിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥ. പിന്നീട് നമ്മൾ മെഡിക്കൽ സയൻസിനെ സമീപിക്കുക എന്നുള്ളതാണ്. കൊടുത്താൽ ജീവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മെഡിക്കൽ സയൻസ് വിദഗ്ധർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു ഹിതമാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് പ്രക്രിയകളെല്ലാം നടന്നു. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. ഒരാൾ ജീവിക്കുന്നു ഇന്നും. അതിൽ ഒരു മനുഷ്യൻ ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്, സഹോദരന് വേണ്ടി ജീവൻ രചിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഈശോയുടെ കരുണ കാണാനായിട്ട് സാധിച്ചു, അത് നൽകാനായിട്ട് സാധിച്ചു. ഇതെല്ലാം ദൈവമാണ് നമ്മെ പ്രാപ്തമാക്കുന്നത്. എൻ്റെ ഒരു കഴിവോ മിടുക്കോ ഒന്നുമല്ല. എനിക്ക് ഇങ്ങനെ നൽകാൻ പറ്റിയ ആരോഗ്യം നൽകിയ ദൈവം, രോഗങ്ങളില്ലാതെ എന്നെ സംരക്ഷിച്ച ദൈവം, മറ്റ് യാതൊരു വിധത്തിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടാകാതെ, ഒരു സർജറിയോ അപകടമോ എല്ലാം പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് എനിക്കൊരിക്കലും സാധിക്കില്ല. ഏതെങ്കിലും മെഡിസിൻ റെഗുലറായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്കിത് ചെയ്യാനായിട്ട് സാധ്യമല്ല. ഇങ്ങനെ ഒന്നും ചെയ്യാൻ, കുറവുകളൊന്നും ഇല്ലാതെ എന്നെ സൂക്ഷിച്ചതിന് പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് ഈ കാര്യത്തിലൂടെ നിറവേറ്റപ്പെടുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാക്കാനും പ്രത്യേകിച്ച് കാരുണ്യവർഷത്തിൽ സഭയുടെ കാരുണ്യമുഖം അറിയാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്നു. എളിയവനായ ഇതിലൂടെ അതിന് സാധിച്ചു എന്നുള്ളതിലാണ് സന്തോഷം. ആകാശത്തിലെ പറവകൾക്കു സമം സ്വതന്ത്രനായി ഒന്നിനും മേൽ അധിപനാകാതെ പ്രാർത്ഥനകൾ മാത്രം സ്വരുക്കൂട്ടി ആത്മീയതയിൽ സമ്പന്നനായി വിരാജിക്കുകയാണ് അഭിവന്യ പിതാവിപ്പോൾ. അധികാരമോഹത്തിനും സമ്പത്തിനും സ്വാർത്ഥ താൽപര്യങ്ങൾക്കും പിന്നാലെ നെട്ടോട്ടമോടുന്നവർക്കിടയിൽ പ്രത്യാശയുടെ നൽസന്ദേശവുമായി ഉണ്ണീശോ പിറക്കുമോ എന്ന ചോദ്യത്തിന് മാമലക്കുന്നിലെ താപസന്റെ സത്വാർത്ത ഇതായിരുന്നു. ഈശോയുടെ ജനനത്തില് മലഹമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ദൈവം ആത്യന്തികമായിട്ട് സമാധാനത്തിലേക്കാണ് മനുഷ്യനെ നയിക്കുന്നത്. ദൈവം നൽകുന്ന സമാധാനം സ്വീകരിച്ച് ഈ സമാധാനത്തിൽ ഭൂമിയിലായിരിക്കുക. അപ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഘടനയുടെയും സമഗ്രമായ സമാധാനമാണ് ദൈവം നമുക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ സമാധാനം എന്നത് വികസനത്തിൻ്റെ പുതിയ പേരാണെന്ന് കൂടി പഠിപ്പിക്കുന്നു. വികസനം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ
തന്നെ പേരാണ്. അപ്പോൾ സമാധാനമുള്ളിടത്താണ് നന്മയും സാഹോദര്യവും സത്യവും നീതിയും എല്ലാം പുലരുന്നത്. അപ്പോൾ ഈശോയുടെ ജനനത്തിൽ ഈ സമാധാനമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിലുടനീളം ഈ സമാധാനമാണ് നൽകിയത്. ഉത്ഥാനം ചെയ്ത ശേഷം ശിഷ്യന്മാർക്ക് നൽകിയതും ഈ സമാധാനം തന്നെയാണ്. അപ്പോൾ ഈ സമാധാനം സ്വീകരിച്ച് എല്ലാവരും സ്നേഹത്തിലും ഒരുമയിലും ഐക്യത്തിലും സാഹോദര്യത്തിലും ജീവിക്കുക, പരസ്പരം സഹായിക്കുക, നന്മയുടെ വാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ദൈവരാജ്യ ക്രമങ്ങൾ നിലനിൽക്കാൻ വേണ്ടിയിട്ട് കൂട്ടായിട്ട് യത്നിക്കുക. ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുകയാണ് ഈശോയുടെ തിരുപ്പിറവി. മനുഷ്യാവതാരത്തിൽ ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ചപ്പോൾ മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ടാണ് ദൈവപുത്രൻ മനുഷ്യരൂപം എടുത്തു. ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം? പിതാവിനെ വെളിപ്പെടുത്തിയ പുത്രനായ ഈശോ മിശിഹ. ആ ഈശോ മിശിഹ മറ്റൊരു വെളിപാട് നമുക്ക് നൽകുന്നുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം? അത് ഈശോയിലൂടെ നമുക്ക് മനസ്സിലായി. ഇതാ മനുഷ്യൻ എന്ന് ലോകത്തിന് മുഴുവൻ പറയാൻ തക്ക വിധം ഈശോയിൽ മനുഷ്യത്വം നിറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യത്വമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. അപ്പം പിതാവിനെ വെളിപ്പെടുത്തിയ പുത്രനായ ഈശോ മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യരായ നമ്മയെല്ലാം നമ്മൾ എങ്ങനെയാണ് ഭൂമിയിൽ മനുഷ്യരായി ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു. ദൈവത്തോടും സഹോദരങ്ങളോടും പ്രകൃതിയോടും സർവ്വസൃഷ്ടജാലങ്ങളോടുമെല്ലാം ഐക്യത്തിൽ ആയിരുന്നുകൊണ്ട് സന്തോഷത്തിലും സമാധാനത്തിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും സത്യത്തിലും നീതിയിലും ഒക്കെ ജീവിക്കുക. അങ്ങനെ ദൈവരാജ്യം ഇവിടെ നമ്മിൽ തന്നെ രൂപപ്പെടാൻ ഇടയാകും വിധം നമ്മുടെ ജീവിതം ലോകത്തിന് മുമ്പിൽ ആവിഷ്കരിക്കുക. അതിലേക്കാണ് ഈ ക്രിസ്മസ് നമ്മെ നയിക്കുന്നത്. ക്രിസ്മസിൻ്റെ സന്തോഷവും സമാധാനവും ഒക്കെ ഉൾക്കൊള്ളാൻ തക്ക വിധം നമ്മുടെ ഹൃദയ കവാടങ്ങൾ തുറക്കാം. ദൈവം തരുന്ന ദർശനങ്ങൾ, കാഴ്ചകൾ സ്വീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. 1963 ജൂൺ 16 ഭരണങ്ങാനം മുട്ടുച്ചിറയിലാണ് മാർ ജേക്കബ് മുരിക്കൻ പിതാവിന്റെ ജനനം. പാലാരൂപതയുടെ പാസ്റ്ററൽ കോർഡിനേറ്ററായി സേവനമനുഷ്ഠിക്കുമ്പോൾ 2012 ഓഗസ്റ്റ് 24 പാലായിലെ സഹായമെത്രാനായി പ്രഖ്യാപിക്കപ്പെട്ടു. 2012 ഒക്ടോബർ 1 മെത്രാഭിഷേകം. മാമലക്കുന്നിലെ താപസൻ അഭിവന്യ ജേക്കബ് മുരിക്കൻ പിതാവിന് ദൈവം നൽകിയ വലിയ അഭിഷേകമാണ് ഏകാന്തവാസം. ഈ അഭിഷേകത്തിലൂടെ പിറവിയെടുക്കുന്നത് സമാധാനത്തിന്റെ സദ്വാർത്തകളാണ്. ക്യാമറമാൻമാരായ സിയോനും ആഷിഖിനുമൊപ്പം റിജോ സേവ്യർ, ഷിഗ്യാന ന്യൂസ്, ഇടുക്കി.